ഇത് അവസാനം ഇതിനൊരു പരിണിതി എന്ന് പറയുന്നത് ഈ GCC രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് ഇറാനെതിരെ തിരിയുമോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. കാരണം GCC രാജ്യങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് ഈ ഓപ്പറേഷനിൽ, അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തുന്ന ഓപ്പറേഷനിൽ ഇറാനെതിരെ പങ്കാളിയായി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം ഊഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. കാരണം ഇസ്രായേൽ എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിൻ്റെ മനസ്സിലെ ഏറ്റവും കൊടിയ ശത്രുവാണ്. അമേരിക്ക രണ്ടാം നമ്പർ ശത്രുവാണെന്ന് പറയാം. അവർ രണ്ടുപേരും കൂടെ ഫലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാജ്യത്തിനെതിരെ പരസ്യമായ ഒരു യുദ്ധത്തിൽ പങ്കാളിയാവുക എന്ന് പറയുന്നത് GCC രാജ്യങ്ങളെ അവയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും. അങ്ങനെ അവർ ആലോചിക്കുക പോലുമില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. എന്ന് മാത്രമല്ല, ആ നിലക്കുള്ള പ്രസ്താവനകളോ ഏതെങ്കിലും നിലക്കുള്ള സൂചനകളോ ഒരു GCC രാജ്യവും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ മൈൽഡായിട്ടുള്ള പ്രതികരണങ്ങളാണ് GCC രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് നമുക്കറിയാം. ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ച കാര്യമാണ്, അമേരിക്ക ഞങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്കൻ ബേസുകൾ ആക്രമിക്കുമെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത് GCC രാജ്യങ്ങളിലെ അമേരിക്കൻ ബേസുകൾ തന്നെയാണ്. ബേസുകൾ എന്ന് പറയുമ്പോൾ ഒമാനിലെ ദുഃഖം സീപോർട്ട് കഴിഞ്ഞ ദിവസം അവർ ആക്രമിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒമാനിൽ അമേരിക്കയ്ക്ക് ബേസ് ഇല്ല. പക്ഷേ ഈ ദുഃഖം എയർപോർട്ട് എന്ന് പറയുന്നത് അമേരിക്കൻ വാർഷിപ്പുകൾ റീഫുവൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പോർട്ടാണ്. ആ നിലയ്ക്ക് ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്കൻ ഓപ്പറേഷന് സഹായകരമാകുന്ന എന്തെല്ലാം ലക്ഷ്യങ്ങളുണ്ടോ, എന്തെല്ലാം ഇൻസ്റ്റലേഷൻസ് ഉണ്ടോ, എന്തെല്ലാം അസറ്റ്സ് ഉണ്ടോ, എന്തെല്ലാം കോംപ്ലക്സുകളുണ്ടോ, അതിനെല്ലാം ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് ഇറാൻ പ്രാഥമികമായി ചെയ്യുന്നത്. പിന്നെ സംഭവിക്കുന്നത് പലതും നമുക്കറിയാം. ഈ മിസൈൽ ഇൻ്റർസെപ്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന, അത് തകർന്നു വീഴുന്നിട്ടും അല്ലാതെയും ഉണ്ടാകുന്ന ചെറിയ ചെറിയ അപകടങ്ങളാണ് മറ്റു പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓയിൽ ഇൻസ്റ്റലേഷൻസ് ആക്രമിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് വളരെ മിനിമൽ ലെവലിൽ മാത്രമാണ് നടന്നത്. അതുപോലും അത് സൃഷ്ടിക്കുന്ന റിപ്പിൾസ്, എക്കണോമിക് റിപ്പിൾസ് എന്ന് പറയാൻ പറ്റുമോ സീതാവൂദ്? ഇപ്പോൾ ഖത്തർ എനർജി അവരുടെ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ഖത്തർ എനർജി സ്വയം ഷട്ട് ഡൗൺ ചെയ്തതാണ്, ഏതെങ്കിലും ആക്രമണത്തെ തുടർന്ന് ഷട്ട് ഡൗൺ ചെയ്തതല്ല. ഒരു വൊളറ്റൈൽ സിറ്റുവേഷനിൽ LNG പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അങ്ങേറ്റം അപകടകരമായുള്ളൊരു സംഗതിയാണ്. സ്വാഭാവികമായിട്ടും ഖത്തർ സ്വയമേവ LNG പ്രൊഡക്ഷൻ നിർത്തിവെക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എൻഡ് ഓഫ് ദി ഡേ അത് ഇറാൻ്റെ ലക്ഷ്യത്തിന് കൂടുതൽ ഗുണകരമാവുമെന്നാണ് വിചാരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട LNG പ്രൊഡ്യൂസറായുള്ള ഖത്തർ ഞങ്ങൾ പ്രൊഡക്ഷൻ നിർത്തുകയാണെന്ന് പറയുമ്പോൾ അത് ലോക സമ്പദ്ഘടനയിൽ തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതം നിസ്സാരമല്ല. അപ്പോൾ ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നുള്ള ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇറാൻ്റെ ഏറ്റവും പ്രാഥമികമായുള്ളൊരു തിയറി ഉണ്ട്. ഞാൻ ഇന്നലെ അതേക്കുറിച്ച് പറഞ്ഞു. ഇഫ് ഐ സിങ്ക് യു വിൽ ഓൾസോ സിങ്ക് എന്നുള്ളതാണ് ഇറാൻ്റെ പോളിസി. ഞങ്ങൾ മാത്രമായി മുങ്ങാൻ പോകുന്നില്ല, ഞങ്ങൾ മാത്രമായി വീഴാൻ പോകുന്നില്ല. ഞങ്ങളെ വീഴ്ത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നിച്ച് വീഴുക എന്നുള്ളതല്ലാതെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇറാൻ ലീഡർഷിപ്പ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രാഥമികമായ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പിൾ നിന്നുകൊണ്ടുള്ള ഓപ്പറേഷൻസാണ് അവർ നടത്താൻ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് താത്വികമായി അങ്ങനെയൊക്കെ ആകുമ്പോഴും പ്രായോഗികമായി ലോകത്തെങ്ങുമുള്ള ജീവിതങ്ങൾക്ക് മേൽ വലിയ തരത്തിലുള്ള ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് സങ്കല്പിക്കാൻ പറ്റാത്ത ആഘാതങ്ങൾ. ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സമ്പദ്ഘടനയെ, മലയാളികളുടെ സാധാരണ ജീവിതത്തെ, നമ്മുടെ അടുക്കളയെ പോലും ബാധിക്കാൻ പോകുന്ന തരത്തിലായിരിക്കും അതിൻ്റെ ഫോളോ ഔട്ട് ഉണ്ടാകുക എന്നുള്ളത് ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്.